ഉം. ശ്ശേ, എന്താ ഇത്? 2 മാസമായിട്ട് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയും ഒരു ജോലിയും ശരിയാവുന്നില്ലല്ലോ. എന്താ ചെയ്യാ? മാസാമാസം അങ്ങേർക്ക് EMI അടയ്ക്കണമല്ലോ. കഴിഞ്ഞ മാസം അമ്മ കാശ് തന്നോണ്ട് ആ EMI ഞാൻ അടച്ചു തീർത്തു. ഈ മാസം ഞാൻ എങ്ങനെ അയച്ചു കൊടുക്കുന്ന അറിയില്ല. ഉം. ആ, നിങ്ങളോ? അപ്പോഴേക്കും 1 മാസമായോ? അതെ മാഡം. 1 മാസത്തിന് മുകളിലായി. നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് മേടിച്ചു പോയിട്ട് 40 ദിവസത്തോളമായി മാഡം. ഓ അതെയോ? 40 ദിവസമായോ? അതെ മാഡം. കാശ് കിട്ടുകയാണെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു. ആ, അത് പിന്നെ എന്തുപറ്റി ഇങ്ങനെ ആലോചിക്കുന്നത്? കാശുണ്ടോ ഇല്ലയോ? അല്ല അത് ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലല്ലോ. അങ്ങനെയാണോ? എന്തുപറ്റി മാഡം? എനിക്കിതുവരെ ജോലിയൊന്നും ശരിയായിട്ടില്ല. കുറച്ചുകൂടെ സമയം തരാൻ പറ്റുമോ? ഉം. അങ്ങനെയാണോ? ശരി, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഉം. ഉം. എന്താ നിൽക്കുന്നേ? വന്നിരിക്കേ. ആ, കുടിക്കാനായിട്ട് ചായയോ കാപ്പിയോ കിട്ടുന്നെങ്കിൽ നന്നായിരുന്നു. ഉം, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഉം. ഇതാ. ഇരിക്കും മാഡം. ആ, ഉം. ഉം. ഇനി പറയൂ, എന്താ പ്രശ്നം? അത് പിന്നെ എത്ര ശ്രമിച്ചിട്ടും ഒരു ജോലി ശരിയാവുന്നില്ല. അതുകൊണ്ടാ ഈ മാസം എനിക്ക് കാശ് തരാൻ പറ്റാഞ്ഞ്. നിങ്ങൾ ഒരാഴ്ചയും കൂടെ സമയം തരണം. ഞാൻ എങ്ങനെങ്കിലും ഈ മാസം കാശ് റെഡിയാക്കി തന്നോളാം. ശരി. ഒരു പക്ഷേ ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയൊന്നുമില്ല. ഞാൻ ഏതെങ്കിലും ഒരു ജോലിക്ക് കയറും. നിങ്ങളുടെ കാശ് ഞാൻ ഉറപ്പായും തന്നിരിക്കും. ഉം. എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല. 2 മാസം കൊണ്ട് കിട്ടാത്ത ജോലി ഈ ഒരാഴ്ച കൊണ്ട് എങ്ങനെ കിട്ടുമെന്നാ പറയുന്നേ? ംഹും. എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു ഐഡിയ തരാം. ആ, നിങ്ങളെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് പറ. അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആഭരണത്തിനുള്ള കാശ് ഇങ്ങനെ മാസാമാസം EMI അടയ്ക്കേണ്ട ആവശ്യമേ വരുന്നില്ല മാഡം. എന്തൊരു അത്ഭുതാ. ഒന്ന് മനസ്സിലാവുന്ന പോലെ പറഞ്ഞുതരാൻ പറ്റുമോ? അത് ഇപ്പൊ ഞാൻ എങ്ങനെ പറയുക? പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് മാഡം. ഞാൻ തെറ്റിദ്ധരിക്കില്ല, പറഞ്ഞോളൂ. ഉം. നിങ്ങൾ ഇനിയും ആ ആഭരണത്തിന് 2,40,000 രൂപ തരണം. ഇതുവരെയായിട്ട് നിങ്ങൾ എനിക്ക് ഫസ്റ്റ് EMI ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 16 മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 2,40,000 രൂപ നിങ്ങൾ എനിക്ക് തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ദേ നോക്ക്, നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള EMI 2,40,000 രൂപ നിങ്ങൾ എനിക്ക് തിരിച്ചു തരികയേ വേണ്ട. ആ ആഭരണം നിങ്ങളുടെ സ്വന്തമാകും, കാശ് അടയ്ക്കുകയും വേണ്ട. ഉം. എന്തു പറയുന്നു? ഓക്കെ ആണോ? എന്താ ഇത്? നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങളൊരു നല്ല മനുഷ്യനാന്നാ കരുതിയത്. ദേ നോക്ക്, അങ്ങനെ ധൃതി പിടിക്കണ്ട. നല്ലതുപോലെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ വേറെ എന്ത് ചെയ്താലും ഇത്രയും കാശ് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഇക്കാര്യത്തിലൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ എനിക്ക് തരാനുള്ള കാശ് 1 രൂപ പോലും ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് തന്ന ആ ഗോൾഡ് ചെയിൻ നിങ്ങളുടെ സ്വന്തമായി തീരും. ശരി, നല്ലപോലെ ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുക്ക്. ഞാൻ നിങ്ങളെ നാളെ ഒന്ന് കണ്ടോളാം. എന്തു പറയുന്നു? ഞാൻ ഇറങ്ങട്ടെ. നിങ്ങളൊരു നല്ല തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ പറ്റിക്കല്ലേ?
എന്താടി ഇത്? ആ ഡോറും തുറന്നു വെച്ചോണ്ട് നീ എന്തായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? അത് ഒന്നുമില്ല ഏട്ടാ. ശരി, ചെന്ന് ചായ എടുത്തോണ്ട് വാ. ഉം, ശരി ഏട്ടാ. ദാ ഏട്ടാ. ഹും. എന്തു പറ്റി? മുഖം എന്താ അങ്ങനെ വാടിയിരിക്കുന്നേ? അത് അങ്ങനെയൊന്നുമില്ല ഏട്ടാ. ശരി ശരി, ചെന്ന് ഡിന്നറിന് വല്ലതുണ്ടാക്കുക. ശരി ഏട്ടാ. അതിരിക്കട്ടെ, നിനക്ക് ജോബ് എന്തെങ്കിലും കിട്ടിയോ? ആ, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ശരി ശരി, നിനക്ക് തീർച്ചയായും ജോലി കിട്ടും. ചെല്ല്. ശരി ഏട്ടാ. ഏട്ടാ, ഇതാ പാല്. ഉം. ത. നീ പാല് കുടിച്ചോ? ആ, ഇല്ല ഏട്ടാ, എനിക്ക് വേണ്ട. ഉം. എന്തു പറ്റി അവൾക്ക്? വന്ന തൊട്ട് അവളുടെ മുഖം ഇങ്ങനെ വാടി കിടക്കുകയാണല്ലോ. എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ? ദാ. നീ ഇതെവിടെയാ? ആ, ദാ വരുന്നു. ശരി, ഞാൻ ഓഫീസിൽ പോയിട്ടില്ല. ഉം, സൂക്ഷിക്കണം കേട്ടോ. ശരി പോട്ടെ. ഏട്ടാ. ഡോർ ലോക്ക് ചെയ്തോ. ആ, ഉം. ശരി. ബൈ. ഉം. ഉം. നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്. ഞാൻ ഇപ്പൊ വന്നേക്കാം. ഉം. ഇതാ നിങ്ങളുടെ ചെയിൻ. എന്താ എന്തു പറ്റി? നിങ്ങളുടെ ചെയിൻ എനിക്ക് വേണമെന്നില്ല. ഇതെടുത്തിട്ട് സ്ഥലം വിടാൻ നോക്ക്. എന്തു പറ്റി? എന്താ കാര്യം എന്ന് പറ. നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചപ്പോ നിങ്ങളിപ്പോ ഞാൻ തന്ന ചെയിന് എനിക്ക് തിരിച്ചു തരുവാണോ? അല്ലാതെ പിന്നെ നിങ്ങൾ എന്നോട് അങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ ഫ്രണ്ട് റെഫർ ചെയ്തോണ്ട് നല്ലൊരു മനുഷ്യനായിരിക്കുന്ന ഞാൻ വിചാരിച്ച്. നിങ്ങൾ ഒരു തരി കാശ് വാങ്ങിക്കാതെ എനിക്ക് സ്വർണം തന്നോണ്ട് നിങ്ങളുടെ വിശ്വാസം കാത്തു രക്ഷിക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷെ ഇതൊക്കെ എന്റെ ശരീരത്തിന് വേണ്ടിയാ ചെയ്തെന്ന് ആലോചിക്കുമ്പോ എനിക്ക് നിങ്ങളോടുള്ള വിശ്വാസം തന്നെ പോയി. നിങ്ങളെ സ്വർണം തന്നതിന് മാസാമാസം സമയത്തിന് കാശ് അടയ്ക്കാതിരുന്നത് എന്റെ തെറ്റ് തന്നെയാ. പക്ഷെ ഈ ഒരു കാരണം വെച്ച് എന്റെ ഭർത്താവിനെ ഞാൻ ചതിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചല്ലോ, അത് തീരെ ശരിയായില്ല. കാരണം എനിക്ക് എന്റെ അഭിമാനത്തെക്കാൾ ഈ സ്വർണം ഒന്നും വലിയ വിഷയമേ അല്ല. ഒരു പെണ്ണിന്റെ അവസ്ഥ മുതലെടുത്ത് അത് മിസ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങളുടെ കളിയൊന്നും ഈ എന്റെ അടുത്ത് നടക്കില്ല. നിങ്ങൾ തന്ന സ്വർണം ഞാൻ തിരിച്ചു തന്നിരിക്കുക. ആദ്യം ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. ഇനി മേല ഞാൻ ഈ ഭാഗത്ത് നിങ്ങളെ കണ്ടുപോരുത്. നിങ്ങളുടെ മുഖം ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാനും ആഗ്രഹിക്കുന്നില്ല. കാരണം നല്ല ആൾക്കാരുടെ കൂടെ ഉണ്ടാവുമ്പോഴേ നമുക്കെപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ.
പക്ഷെ നിങ്ങളെ പോലത്തെ ആൾക്കാരുടെ കൂടെ നിന്നാ ജീവിതം നശിച്ചു പോവത്തേ ഉള്ളൂ. ദയവ് ഇത് ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇറങ്ങിപ്പോ. നിങ്ങൾ പോകുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? ഉം. ഹും. ശ്ശേ, എന്റെ ഏട്ടൻ എന്നോട് എത്ര തവണ പറഞ്ഞതാ. ഞാനാണെങ്കി അദ്ദേഹം പറഞ്ഞതൊന്നും മനസ്സിലാക്കിയതുമില്ല. സ്വർണം ഉണ്ടെങ്കിലേ ആൾക്കാര് വില തരുള്ളൂ എന്ന് വിചാരിച്ചത് വലിയ തെറ്റായിപ്പോയി. ഇനി ഒരിക്കലും ഞാൻ ഇതുപോലത്തെ അത്യാഗ്രഹം കാണിക്കരുത്. ഇനി ജീവിതത്തിലെ ഓരോ ചുവടും സൂക്ഷിച്ചെടുത്തു വെക്കണം.